ട്രിപ്പിൾ ഓം ശാന്തി. ഈ പ്രകൃതിയെ നമ്മൾ പ്രകൃതിയുടെ പല പരീക്ഷണങ്ങളെ ഓവർകം ചെയ്യുക, മറികടക്കുക. കടുത്ത പണിയാട്ടാ. പരീക്ഷണങ്ങൾ ലൗകികത്തിൽ നിന്നും അലൗകികത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഒക്കെ വരും. പരീക്ഷകൾ ഓവർകം ചെയ്തേ തീരും. പാസ്സാവണമെങ്കിൽ, പാസ് വിത്ത് ഓണർ ആവണമെങ്കിൽ പരീക്ഷകളെ ഓവർകം ചെയ്തേ തീരും. അത് ചില സ്ഥലങ്ങളിൽ തണുപ്പായിട്ടായിരിക്കും, ചില സ്ഥലങ്ങളിൽ ചൂടായിട്ടായിരിക്കും, ചില സ്ഥലങ്ങളിൽ മഴയായിട്ടായിരിക്കും, ചില സ്ഥലങ്ങളിൽ വെള്ളമില്ലാത്ത രീതിയിലായിരിക്കും. പല രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് വരും. ഓരോരുത്തരും ചെയ്തു വെച്ച കർമ്മത്തിന്റെ ആധാരത്തിൽ ആണ് നമുക്ക് പരീക്ഷണങ്ങൾ വരും. അതിന്റെ ആധാരത്തിലാണ് നമ്മുടെ പാസ് വിത്ത് ഓണർ ആവുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ക്ഷീണം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതിന് ഞാൻ അങ്ങനെ വെയിൽ കൊണ്ടിട്ട് വർക്ക് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടൊന്നും പോയിട്ടേ ഇല്ല. പിന്നെ പ്രകൃതി ചികിത്സയുടെ കുറച്ചും കൂടെ എക്സ്ട്രീം ലെവലിലേക്ക് കയറിയ സമയം കൂടെയാണ്. അപ്പൊ ഇനി അത്രയും ക്ഷീണം ബോഡി തന്നിട്ടുണ്ടെങ്കിൽ അത് ബോഡിക്ക് വീണ്ടും അതിനോട് താതാത്മ്യം പ്രാപിക്കാനും കൂടിയാണ്. അങ്ങനെയുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും? ബോഡിയല്ല, ബോഡിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ബോഡി എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് കൊടുക്കുന്ന ഇൻപുട്ട് ഭക്ഷണത്തിന്റെ ആണെങ്കിലും ചിന്തയുടെ ആണെങ്കിലും കാര്യങ്ങളുടെ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന്റെ ആധാരത്തിലും കൂടി ആണ് ബോഡി പ്രതികരിക്കുക. ബോഡി ഈസ് ഫാക്ടറി, ഒരു ഫാക്ടറിയാണ്. ഫാക്ടറിയിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ചെയർമാൻ ആത്മാവ് കൊടുക്കുന്ന കമന്റ് HR-ഉം PRO-യും ബാക്കി മാനേജേഴ്സ് ആരൊക്കെ, സർവീസ് മാനേജർ ഉണ്ടാവും, സെയിൽസ് മാനേജർ ഉണ്ടാവും. അങ്ങനെ കുറേ ഐറ്റങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ബോഡിയുടെ ഉള്ളിൽ പർച്ചേസ് മാനേജർ ഉണ്ടാവും, സെയിൽസ് മാനേജർ ഉണ്ടാവും, ഇനി ഒരുപാട് തൊഴിലാളികളുണ്ടാവും. അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഓരോന്നിനും അങ്ങനെ തന്നെ ബോഡി ഒരു ഫാക്ടറി ആയിട്ട് തന്നെ ഒരു തവണ ഞാൻ കുറേ മുന്നേ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ ഫാക്ടറിയെ നമ്മൾ എങ്ങനെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിന്റെ ആധാരത്തിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ യോഗത്തിനാണെങ്കിലും, യോഗം ഇല്ലാതെ നല്ല കർമ്മത്തോട് കൂടിയിട്ട് ഓവർകം ചെയ്യാനാണെങ്കിലും, യോഗം ഇല്ലാതെ നല്ല കർമ്മത്തോട് കൂടി ഓവർകം ചെയ്യാൻ തന്നെ ചെറിയ പണിയൊന്നുമില്ല. യോഗം ഇല്ലാതെ എന്തായാലും നല്ല കർമ്മം ഇപ്പൊ ചെയ്യാൻ പറ്റൂല, ഉറപ്പാണ്. അത്രയും മോശമായ വൈബ്രേഷനാണ്. യോഗം കൂടിയേ തീരും. 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ്, 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ്. ബാബ പറഞ്ഞ 8 മണിക്കൂർ ഉറങ്ങിക്കുന്നു. 8 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യൂ, 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങൂ, 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കും. 3/24 ആ രീതിയിലേക്ക് എത്തണമെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ 8 മണിക്കൂർ പരമാത്മ ഓർമ്മ കിട്ടും. അവിടെ പല അഭ്യാസങ്ങളും ചെയ്യേണ്ടി വരും. അശരീരി സ്ഥിതി ചെയ്യേണ്ടി വരും, വിദേഹി സ്ഥിതി ചെയ്യേണ്ടി വരും, മുരളി വായിക്കേണ്ടി വരും, അതുപോലെ ട്രാഫിക് കൺട്രോളുകൾ കണക്കിലെടുക്കേണ്ടി വരും, ബാബയ്ക്ക് ലെറ്റർ എഴുതുന്നത് കണക്കിലെടുക്കേണ്ടി വരും, ഇച്ചിരി ഹലാസനം ബാക്കി എന്തെങ്കിലും ആസനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കണക്കിലെടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ബാബ യോഗത്തിൽ 8 മണിക്കൂറായിട്ടെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞു. 8 മണിക്കൂറെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ 1 സെക്കൻഡൊക്കെ ആയിരിക്കും. കോടിയിലും ചിലരിലും ചിലര്
എന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. അതായത് ആ റിയൽ ഓർമ്മ, പരമാത്മാവിന്റെ റിയൽ ഓർമ്മ ചിലപ്പോൾ കിട്ടൽ 1 സെക്കൻഡ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും, ചിലർക്ക് 10 മിനിറ്റ് ആയിരിക്കും. 1 മണിക്കൂർ ആത്മ പരമാത്മ ഓർമ്മയിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാണ്. പറ്റും, പറ്റാഞ്ഞിട്ടല്ല, ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടൊന്നും പറ്റും. ഇപ്പോൾ ബ്രഹ്മകുമാരീസിന്റെ ഓരോരോ സെന്ററുകളിൽ വലിയ വലിയ പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ അങ്ങനത്തെ ഒരു വൈബ്രേഷന്റെ ഇടയിലിരുന്ന് ചെയ്യുകയാണെന്ന് വെക്കുക. സ്റ്റേജ് പ്രോഗ്രാമിൽ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കണം, ദീദിമാരൊക്കെ ഇരിക്കണം, അങ്ങനെ യോഗം ചെയ്ത് ആവേശതാ ഓർമ്മിച്ചിട്ടാണോ അവര് സ്റ്റേജിലുള്ള ബാക്കിയുള്ളവരെ കാണുന്നത്? അവര് കണ്ണ് തുറന്നിരിക്കുകയാണ്, പക്ഷെ അവർക്ക് വൈബ്രേഷൻ കിട്ടും. കാരണം ഇവിടെ നിന്ന് ഒരുപാട് പേരുടെ ദൃഷ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആത്മാ പരമാത്മാ ഓർമ്മ, അവിടെ ഒരു മിറാക്കിളാണ് സംഭവിക്കുന്നത്. ബാബയുടെ ഓർമ്മ പവർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി മതി അതിൻ്റെ അകത്ത്. അത് സ്റ്റേജിലിരിക്കുന്ന വ്യക്തി തന്നെ ആവണമെന്നൊന്നും ഇല്ല, സദസ്സിലിരിക്കുന്ന ഒരു വ്യക്തി മതി. അതിന്റെ പവർ പോലും അവിടെ ഇങ്ങനെ അലയടിച്ച് വൈബ്രേഷൻസ് അങ്ങനെ കൂടും. സ്റ്റേജിൽ ഇരിക്കുന്നവർ വിചാരിക്കും ഞാനായിരിക്കും ചെറിയ നമ്പർ 1 ഓർമ്മ. ആവണമെന്നൊന്നുമില്ല, അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആവാം, ഒരുപക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ടാവാം, അങ്ങനെയും സംഭവിക്കാം. സ്റ്റേജിലിരിക്കുന്നവരുടെ മൂർത്തികളുടെ ആ വൈബ്രേഷൻ കൊണ്ട് അവിടെ നമ്മുടെ ഓറ ചുറ്റിലുള്ള ആ വൈബ്രേഷൻ വ്യാപിക്കുന്നതായിരിക്കുകയും ചെയ്യാം. രണ്ട് സംഭവിക്കും. സദസ്സിലിരിക്കുന്ന ഒരാളുടെ ആയാലും മതി, അല്ലെങ്കിൽ 10 ആളുടെ ആയാലും മതി. അതാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ ശാന്തിയുടെ സുഖത്തിന്റെ ഒരു എന്താ പറയാ, ഒരു മഹാകുംഭമേള തന്നെ അവിടെ നടക്കാനുള്ള കാരണം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്ന കുറേ പേര്. നേരെ കുറിച്ച് ഞാനൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറും യുദ്ധമാണ്. വീട്ടിലില്ല എന്ന് മാത്രമല്ല എതിർപ്പാണ്. പിന്നെ സമൂഹം, അവിടെ ഒന്നുമില്ല, നമ്മുടെ ചുറ്റിലുമില്ല. പക്ഷെ ഇറങ്ങിയ സ്ഥിതിക്ക് ഞാൻ ഒറ്റയ്ക്ക് എനിക്കൊരു പാർട്ടി കിട്ടിയാൽ ഞാനതങ്ങ് ചെയ്യണം, അത് ഞാനങ്ങ് ചെയ്യണമെന്ന്. ഇനിയിപ്പോ ബ്രഹ്മകുമാരീസ് എന്താ വെച്ചാൽ ബ്രഹ്മകുമാരീസിലേക്ക് നമുക്ക് ഒരു പ്രശ്നം കേട്ടോ. ബ്രഹ്മകുമാരീസിൽ നല്ല നല്ല യോഗികൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു അവസ്ഥ ഇപ്പൊ എന്താണ്? ആ അവസ്ഥയുടെ ആധാരത്തിൽ ഇന്ന് പ്രകൃതിയുടെ കാര്യങ്ങൾ ഇങ്ങനെയായി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതിന്റെ ആധാരത്തിലാണ്, അഷ്ടരത്നങ്ങളുടെ ആധാരത്തിലാണ് മുഴുവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടരത്നങ്ങള് 108, 16,108. ഇവര് ശീതളമായി ഫുൾ പവിത്രമായി കഴിഞ്ഞാൽ, പവിത്രത, ഒരു ശീതളവും പവിത്രവുമായി കഴിഞ്ഞാൽ, ശുദ്ധമായി കഴിഞ്ഞാൽ പക്ക ഒന്നും അങ്ങോട്ടും ഇല്ലാത്ത വിധത്തിലായി കഴിഞ്ഞു. ബ്രഹ്മാവായി മമ്മയായി. ഓക്കെ. പക്ഷെ മമ്മയ്ക്ക് രണ്ടാമത് ജന്മം എടുത്തിട്ടുണ്ട്. മമ്മയുടെ ഇപ്പോഴത്തെ കർമ്മത്തിന്റെ സ്ഥിതികൾ എന്താണ്, ഏതാണ്, ഇതിന്റെയൊക്കെ ആധാരമാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, പ്രപഞ്ചത്തിന്റെ ആ സത്യയോഗത്തിന്റെ അവസ്ഥ. കാരണം ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് ഫുള്ള് പ്രകൃതി. അതിന്റെ ആധാരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സൂര്യന്റെ ചൂട് കുറയ്ക്കാനോ കൂട്ടാനോ, ചന്ദ്രന്റെ കളറ് പ്രകാശം കുറയ്ക്കാനോ കൂട്ടാനോ ഒക്കെ കഴിയുന്ന ഒരൊറ്റ ടീം ഈ 108, 16,108 അവര് ഒന്നിച്ചാല്. അങ്ങനെ ഒരു സമയം വരുന്നുണ്ട്, അവരൊന്നിച്ചു കഴിഞ്ഞാല് സത്യയോഗം ആരംഭിക്കുന്നതിൻ്റെതായ പരിപാടികളൊക്കെ പടപടേന്ന് പിന്നെ സ്പീഡിലായിരിക്കും. അതാണ് ബാബയുടെ ഡ്രാമയിലെ കുറേ ഗുപ്തമായ കാര്യങ്ങൾ, വളരെ ഗുപ്തമായ കാര്യങ്ങൾ. ദിവ്യ ബുദ്ധിന്റെ ഒക്കെ തുറന്നു നോക്കിയാൽ തന്നെ മനസ്സിലാവും.
അതുകൊണ്ട് ബ്രഹ്മകുമാരീസ് ഇപ്പൊ നിലനിൽക്കുന്ന രാജസ്ഥാനിലല്ല സത്യയുഗ് ആരംഭിക്കുന്നത്. ബ്രഹ്മകുമാരീസിന്റെ മെയിൻ സെന്റർ രാജസ്ഥാനാണ്. അവിടെ അല്ല സത്യയുഗ് ആരംഭിക്കുന്നത്. കണ്ടോ, അവിടെ അല്ല സത്യയുഗ് ആരംഭിക്കുന്നത്. ഇന്ന് ബ്രഹ്മകുമാരീസിന്റെ അനവധി നിരവധി സെന്ററുകൾ പല സ്ഥലങ്ങളിലും, വലിയ വലിയ സെന്ററുകൾ ഭയങ്കര രീതിയിലുണ്ട്. പക്ഷെ അവിടെ നിന്നല്ല സത്യയുഗ് ആരംഭിക്കുന്നത്. വളരെ ഗുപ്താണ്, വളരെ ഗുപ്താണ്. കാരണം ബാബയ്ക്ക് അറിയാം, ബാബ രചിച്ചതാണ് ഡ്രാമ. ബാബ രചിച്ച ഈ ഡ്രാമ അത്രയ്ക്ക് വളരെ ദിവ്യമായി മനസ്സിലാക്കണമെങ്കിൽ അതങ്ങോട്ട് കനപ്പിക്കണം. എന്റെ ദിവ്യബുദ്ധി നന്നായി കനപ്പിക്കണം. എന്നാൽ തന്നെ മനസ്സിലാവും എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ്. ട്രിപ്പിൾ ഓം ശാന്തി.